ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവോ ഈവോയുടെ ഹെഡ്ലൈറ്റ് ആണ്. അപ്പോൾ കുറച്ച് പേരെങ്കിലും എന്നോട് ചോദിക്കുമായിരിക്കും, നേരത്തെയും ഈ വാഹനത്തിലുണ്ടായിരുന്ന നാവോ ഈവോ തന്നെയല്ലേ? യെസ്, അത് തന്നെയാണ്. അതേ നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ നാവോ ഈവോയുടെ ഹെഡ്ലൈറ്റ് തന്നെയാണ് ഈ വാഹനത്തിലുള്ളത്. എന്നാൽ അവരുടെ ഏറ്റവും പുതിയ മോഡലായ മിസ്റ്റർ ബുൾ എന്ന് പറയുന്ന മോഡലാണ് ഇപ്പോൾ എൻ്റെ ഉള്ളത്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും സംശയം കാണുമായിരിക്കും, ഈ നാവോ ഈവോ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നത്. പലരും എന്നോട് ചോദിക്കുന്നൊരു കാര്യമാണ്, അതെങ്ങനെ പർച്ചേസ് ചെയ്യണം, കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി ടെക്സ്പ്ലോർ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് ഇവരെ ഒന്ന് അൺബോക്സ് ചെയ്യാം. അതിന് മുമ്പ് ഞാൻ ഏതായാലും ഹുഡ് തുറക്കാം, സാധനങ്ങളൊക്കെ വെക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ അൺബോക്സ് ചെയ്യുകയാണ്. ഇവിടെ രണ്ട് സൈഡിലേയും ക്ലിപ്പ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കവർ ഇങ്ങനെ തുറന്നെടുക്കാൻ പറ്റും. അപ്പോൾ ആ കവർ ഞാൻ തുറന്നു. അപ്പോൾ ഇത് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു ബൾബ് ഞാനിങ്ങനെ എടുത്ത് കാണിച്ചു തരാം. യെസ്, അപ്പോൾ ഇവനാണ് നമ്മൾ പറഞ്ഞ നമ്മുടെ നടൻ. ഇത് മിസ്റ്റർ ബുൾ എഡിഷനാണ് വരുന്നത്. 90 വാട്ട്സ് 10800 ലൂമിനാണ് വരുന്നത്. അപ്പം ആ ഒരു പ്രകാശം നമുക്ക് കിട്ടും. മിസ്റ്റർ ബുൾ എന്ന് പറയുന്ന എഡിഷനാണ് നാവോ ഈവോയുടെ. അപ്പോൾ നമുക്കിത് ഫിറ്റ് ചെയ്യാം. വളരെ എളുപ്പമായിട്ട് തന്നെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ വെച്ച് നീട്ടുന്നില്ല. ഇതെപ്പോഴും നമ്മളൊരു H4 ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോർഷൻ, അതായത് ഈ കപ്പ് എപ്പോഴും മേളിലോട്ട് തന്നെ നിൽക്കണം. ആ ഒരു കാര്യം മാത്രം ചിന്തിച്ച് ഇത് ബാക്കി നമുക്ക് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. കൂളിങ്ങിൻ്റെ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്തോട്ടൊരു കോപ്പർ പൈപ്പ് വരുന്നത്, നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിന് ഹീറ്റിംഗ് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും വരുന്നതായിരിക്കത്തില്ല. പ്രത്യേകിച്ച് വേറെ കൂളിംഗ് ഫാനും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇവരുടെ ഹീറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും ഇതുവരെ ഒരു പ്രോബ്ലമോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. വേറെ വയറിങ്ങിൻ്റെ കാര്യത്തിലും പ്രശ്നം വന്നിട്ടില്ല. ഇത്ര നാൾ ഞാനൊരു 6 മാസമായിട്ട് നാവോയുടെ ആദ്യത്തെ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുകയാണ്. എനിക്ക് ഇതുവരെ ഏതായാലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ക എന്ന് പറഞ്ഞാൽ പക്ക സാറ്റിസ്ഫൈഡ് ആണ്. രാത്രിയുടെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പലരും കണ്ടു കാണുമായിരിക്കും 6 മന്ത്സിൻ്റെ റിവ്യൂ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യം തന്നെയാണ്. ഏതായാലും നമുക്ക് ഇവനെ പെട്ടെന്നൊന്ന് ഫിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ മോഡൽ. എല്ലാവർക്കും കാണാൻ സാധിക്കുന്നത് ഇതാണ് നമ്മുടെ പഴയ മോഡൽ. ഇത് ശരിക്കും പറഞ്ഞാൽ 6500 കെൽവിനാണ് വരുന്നത്. H4 ആണ് വരുന്നത്. എന്നാൽ ഇപ്പം വരുന്ന പുതിയ മോഡൽ 6000 കെൽവിനാണ് വരുന്നത്. മിസ്റ്റർ ബുൾ എന്ന് പറഞ്ഞ മോഡലാണ്. 90 വാട്ട്സിൻ്റെ ആണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് വ്യത്യാസം കാണുമ്പോൾ ഏറെക്കുറെ രണ്ടും സിമിലർ ആണ്. കാരണം രണ്ടും 90 വാട്ട്സ് ആണ് വരുന്നത്. പിന്നെ ഈ താഴത്തെ കുറച്ച് ഡിസൈൻ ചേഞ്ചസും അതിൻ്റെ ഫാനിൻ്റെ കൂളിങ്ങിൻ്റെ കുറച്ച് ഒരു ഡിഫറൻസും കൂടെ അല്ലാതെ എനിക്ക് പ്രത്യക്ഷത്തിൽ വലിയ മാറ്റങ്ങളൊന്നും തോന്നുന്നില്ല. സൈഡിൽ നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ സിമിലറായിട്ട് തന്നെയാണ് തോന്നുന്നത്. കുറച്ചുകൂടെ ഫിനിഷിങ് ഈ ഒരു മോഡലാണെന്ന് തോന്നുന്നു. പക്ഷേ ഇതും ഓക്കെ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഏതായാലും ഇതിൻ്റെ റിങ്ങും കാര്യങ്ങളും മാറ്റിയിട്ട് ഞാൻ ഈ പുതിയ മോഡൽ ഏതായാലും ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കട്ടെ. എങ്ങനെയുണ്ട് ഇതിൻ്റെ വ്യത്യാസമൊന്നും കൂടെ വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അത് രാത്രിയിലത്തെ ഒരു വീഡിയോയും കൂടെ ഞാൻ ഉറപ്പായിട്ട് ഇതിൽ തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും. രാത്രി ഓടിച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ടെന്നും പിന്നെ കുറച്ച് നാൾ ഇതിൻ്റെ യൂസേജും കൂടെ നോക്കിയിട്ട് അതും ഞാൻ ഉറപ്പായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ഹോൾഡറാണ് നമ്മൾ വയ്ക്കുന്നത്. അതായത് ഈ ഹോൾഡർ ആദ്യം നമ്മുടെ ഹെഡ്ലൈറ്റിലോട്ട് ഫിക്സ് ചെയ്തതിന് ശേഷമേ നമുക്ക് ബൾബ് വയ്ക്കാൻ സാധിക്കത്തുള്ളൂ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്, വേറൊന്നും കൊണ്ടല്ല. കാരണം നിങ്ങൾക്കിത് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് മെയിലിൽ ഞാൻ നാവോയുടെ ഫസ്റ്റ് ഫിറ്റിങ്ങിൻ്റെ വീഡിയോ ഒക്കെ കൊടുത്തേക്കാം. അതിൽ വളരെ കൃത്യമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് പെട്ടെന്ന് ചെയ്തു പോകാം. ഓക്കെ, നമ്മളിപ്പോൾ രണ്ട് സൈഡും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തും കൂടെ നോക്കാം. എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് 6000 കെൽവിനാണ് വരുന്നത്. പ്യുവർ വൈറ്റ് ആണ് വരുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന 6500 ആണ്. ഇപ്പം നമ്മുടെ ഒരു ഡിം ലൈറ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനിയിപ്പോൾ ഞാൻ പാസ് ബൈയും കൂടെ ഒന്ന് കാണിക്കാം. പാസ് ഇനി ഞാൻ ബ്രൈറ്റ് ഇടാം. ഇതിപ്പോൾ ബ്രൈറ്റ് മോഡാണ് നമ്മൾ കാണുന്നത്. ഒന്നുകൂടെ ഞാനൊന്ന് ഡിമ്മാക്കി പാസ് ബൈ, ഹൈ ബീം, പാസ് നോർമൽ ബീം ഇട്ടു, ഡിമ്മാക്കി ഞാനൊന്ന് ഓഫ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ സംഗതി കണ്ടായിരുന്നു. എങ്ങനെയുണ്ട് അതിൻ്റെ വ്യത്യാസം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഏതായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്കിത് കുറച്ചുകൂടെ ഒരു വൈറ്റിഷ് ആയിട്ട് തോന്നുന്നുണ്ട്. 6000 കെൽവിൻ ആയതുകൊണ്ട് രാത്രി ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് ഇതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം കൂടി നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. ഏതായാലും അതും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂയും കൂടെ ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ രാത്രി ഏകദേശം 12:47 ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ലൈറ്റിൻ്റെ വെട്ടം എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് അറിയുകയും ചെയ്യാം. ഒരു ചെറിയ യാത്രയാവുമല്ലോ. സമയം കൃത്യം ഞാൻ കാണിച്ചു തരാം. 12:47. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ലൈറ്റ് ശരിക്കും പുതിയ മോഡലാണ്. അതിലെനിക്ക് വലിയ വ്യത്യാസം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 90 വാട്ട്സ് തന്നെ ആയതുകൊണ്ട് അതിൻ്റെ ഔട്ട്പുട്ടിലെ ലൂമിനസിനും വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും തോന്നുന്നില്ല. ഏറെക്കുറെ സിമിലർ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് അതിനകത്ത് വേറെ മാറ്റങ്ങളൊന്നും പറയില്ല. ഏതായാലും സംഗതി അടിപൊളിയാണ്. നാവോ ഈവോ എന്ന് പറയുന്നൊരു ബ്രാൻഡും അടിപൊളിയാണ്. കുറച്ച് നാൾ ഏതായാലും ഞാൻ നേരത്തെ പോലെ തന്നെ ഒരു 4-5 മാസം ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ കൃത്യം റിവ്യൂ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.